എല്ലാവർക്കും നമസ്കാരം. മഞ്ജുഷയാണ്. സ്പീക്കപ്പ് എന്ന നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് പോഡ്കാസ്റ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ക്ലാസിക് ഇൻട്രോവേർട്ട് ആയിരുന്ന ഞാൻ എങ്ങനെ ഒരു റേഡിയോ ജോക്കിയായി മാറി എന്ന എൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ് ഞാൻ ഷെയർ ചെയ്തത്. ഈ ഒരു ലൈഫ് സ്റ്റോറി ഷെയർ ചെയ്യുന്നതിലൂടെ ഞാൻ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പറയാൻ. നമുക്കൊരു തീവ്രമായിട്ടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ, അതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പ്രയത്നിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, നമ്മൾ എവിടെ എത്തിച്ചേരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ അവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ കളിയാക്കിയാലും നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നുള്ള ആ ഒരു ഫാക്ട്, അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിസിൽ ഞാനൊന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അത് ചിലർക്കെങ്കിലും കണക്ട് ആയിട്ടുണ്ടാവും, റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. എന്തായാലും ഇവർക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നെക്കൊണ്ടും അത് സാധിക്കുമെന്ന് ആരുടെയെങ്കിലും ഉള്ളിൽ ഒരു ചെറിയ തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ മിഷൻ ഭയങ്കര സക്സസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പേഴ്സണലായിട്ടും അല്ലാതെയും കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞു ഇത് കണക്ട് ചെയ്യാൻ പറ്റി, റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന്. ശരിക്കും ഈ പറഞ്ഞതുപോലെ ബോഡി ഷെയ്മിംഗ് ഒക്കെ എല്ലാവരും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും. ചെറുപ്പത്തിലും ഇപ്പോഴും ഒക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതൊരു തുടർക്കഥയാണ്, അതിനൊരു അവസാനമില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മറ്റൊരാൾ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നമ്മളോട് എന്ത് പറയുന്നു എന്നുള്ളൊരു കാര്യം നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. നമുക്ക് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മുടെ കൺട്രോളിലുള്ളൂ. സോ ഒരു വ്യക്തി അതൊരു ഒരു കമന്റ് ആയിരിക്കാം പറയുന്നത്, അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ബോഡി ഷേമിങ് തമാശയായിരിക്കാം. അപ്പൊ അത് ഉള്ളിലേക്ക് എടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കുക, ഈ പറയുന്ന വ്യക്തിക്ക് ഇത് പറയാൻ എന്ത് അർഹതയുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ, ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം നമുക്ക് തന്നെ കൊടുക്കണം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നത് അപ്പാടെ മനസ്സിലേക്ക് എടുത്ത് അത് സത്യമാണ് എന്ന് വിശ്വസിച്ച് തന്നെയും പിന്നെ അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ട്രൂത്ത് അതായി മാറും. നമ്മൾ മാത്രം ഉൾവലിഞ്ഞു പോകും. ഈ പറയുന്ന വ്യക്തി അതും പറഞ്ഞിട്ട് അങ്ങ് പോകും. പക്ഷെ നമ്മുടെ മനസ്സ് അത് വീണ്ടും വീണ്ടും പറഞ്ഞ് അത് സത്യമാക്കി തീർക്കും. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നമ്മളെ കുറിച്ച് ഒന്ന് വ്യക്തമായി മനസ്സിലാക്കണം. അതായത് നമ്മുടെ കഴിവുകളും നമ്മുടെ കുറവുകളും എല്ലാം ആദ്യം ഒന്ന് അംഗീകരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. നമ്മൾ ഇങ്ങനെയാണ്, ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനൊന്നും വലിയ ചേഞ്ച് ഒന്നും വരുത്താൻ നമുക്ക് ഓപ്ഷൻ ഇല്ല. ഈ പറഞ്ഞ പ്ലാസ്റ്റിക് സർജറി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ സ്മൈൽ കറക്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വലിയ പരിപാടികളൊക്കെ ചെയ്യണം എന്ന് നമുക്ക് സ്വയം ഒരാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മൾ അതൊക്കെ ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആയി വന്നു എന്ന് വിചാരിച്ചോ, അപ്പോഴായിരിക്കും അവർ പറയുന്നത് നേരത്തെ ആയിരുന്നു ഭംഗി, ഇപ്പൊ കാണാനൊരു മെനയില്ലാന്ന്. മനസ്സിലായി? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇത്തരത്തില് നമുക്ക് കൺട്രോൾ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സ് ആണ്. നമ്മുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ വാക്കുകളെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ഇതിനെ ഒന്നും അധികമായിട്ട് ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. നമ്മുടെ സത്യം എന്താണ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക. നമ്മുടെ കഴിവുകൾ എന്താണെന്ന് നോക്കി അതിനെ തിരിച്ചറിയുക, ഡെവലപ്പ് ചെയ്യുക. അതുപോലെ നമ്മുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതിൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പരിഹരിക്കുക. അല്ലാത്ത കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, അംഗീകരിക്കുക, സ്നേഹിക്കുക. ഇത്രയും ചെയ്താൽ മതി. നമ്മൾ ആദ്യം നമ്മളെ തന്നെയാണ് സ്നേഹിക്കാൻ പഠിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സ് തുറന്ന് മറ്റുള്ളവരെ, നമുക്ക് ചുറ്റുമുള്ളവരെ അംഗീകരിക്കാനും സ്നേഹിക്കാനും ഒക്കെ പറ്റുള്ളൂ. ബോഡി ഷേമിംഗ് കാരണം നമ്മൾ ഉൾവലിഞ്ഞു പോയാൽ ആർക്കാണ് നഷ്ടം? ബോഡി ഷേമിംഗ് ചെയ്യുന്നവർക്കല്ല. അവരെന്തെങ്കിലും ഒരു കമന്റ്, അവരുടെ വായിൽ അപ്പൊ തോന്നിയ ഒരു കമന്റും പറഞ്ഞ് അവരവരുടെ വഴിക്ക് പോകും. പക്ഷെ ഈ കമന്റ് മനസ്സിലിട്ട് തന്നെയും പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അവസാനം അത് സത്യമാണെന്ന് വിശ്വസിച്ച് പല കാര്യങ്ങളിൽ നിന്നും ഉൾവലിഞ്ഞു നിൽക്കുന്നത് നമ്മളാണ്. അപ്പൊ ആർക്കാണ് നഷ്ടം? നമുക്ക് മാത്രമാണ് നഷ്ടം. അത് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിന്റെ വിലയായിരിക്കും ചിലപ്പോൾ ആ നഷ്ടം എന്ന് പറയുന്നത്. സോ ഇത്തരം വാക്കുകളെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതിന് മുമ്പ് നന്നായി ഒന്ന് ചിന്തിക്കുക. ഈ വാക്കിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ? ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ? ഈ പറയുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഈ പറയുന്ന കാര്യം പറയാൻ ഈ പറയുന്ന ആൾക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ? ഈ 3 കാര്യങ്ങൾ നന്നായി ഒന്ന് ആലോചിക്കുക. എന്തെങ്കിലും ഒരു കാര്യം നമ്മളെക്കുറിച്ച് ഒരു കമന്റ് ഒരു വ്യക്തി പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം വളരെ കൃത്യമായിട്ട് ഒന്ന് അനലൈസ് ചെയ്ത ശേഷം മാത്രം ഉള്ളിലേക്ക് എടുക്കുക. അല്ലാത്ത കാര്യം തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. അല്ലാതെ ആളുകളുടെ നാക്കിനെ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് നമ്മുടെ നാക്കിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളായിട്ട് മറ്റൊരാളെ ബോഡി ഷെയിം ചെയ്യാതിരിക്കുക, ഭയങ്കര ഹാർഷായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക, ആളുകളെ വളർത്തുന്ന കമന്റ്സ് പറയുക. അല്ലാതെ ഒരുപാട് നാൾ കൂടി നമ്മൾ ഒരാളെ കാണുമ്പോൾ ഓഹ് നീ അങ്ങ് വല്ലാതെ കറുത്ത് മെലിഞ്ഞ് കരിഞ്ഞു കുരഞ്ഞു പോയല്ലോ എന്നൊക്കെ ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കേൾക്കാൻ
പ്രതീക്ഷിക്കാത്തൊരു കമന്റ് ആയിരിക്കും അത്. സോ ഞാൻ എൻ്റെ ആത്മാർത്ഥത കൊണ്ടാണ് അത് പറഞ്ഞത്, ഞാൻ എൻ്റെ സത്യസന്ധത കൊണ്ടാണ് അത് പറഞ്ഞത്, ഞാനിങ്ങനെ ഒക്കെ വെട്ടി തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിഷ്കളങ്കരാവാനൊന്നും ഒരിക്കലും ശ്രമിക്കാതിരിക്കുക. കാരണം ഇത്തരം വാക്കുകൾ ആളുകളെ എപ്പോഴും മുറിവേൽപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. സോ നമ്മളൊരു വാക്ക് ഒരാളോട് പറയുമ്പോൾ എപ്പോഴും രണ്ടു വട്ടം ആലോചിക്കുക, ഞാനിത് പറയണോ വേണ്ടയോ എന്ന്. അല്ലാതെ നമ്മൾ ഭയങ്കര സത്യസന്ധരാണ്, നമ്മളതങ്ങ് തുറന്നു പറഞ്ഞേ നമുക്ക് മതിയാവൂ എന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ നന്നായി ഒന്ന് ആലോചിക്കുക, ഈ ഒരു കാര്യം ഞാൻ ഇയാളോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇയാളെ തളർത്തുകയാണോ അതോ വളർത്തുകയാണോ ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം ഒന്ന് മനസ്സിൽ ആലോചിക്കുക. ആളുകളെ തളർത്താനുള്ള തരത്തിലുള്ള വാക്കുകൾ പറയാതിരിക്കുക കഴിവതും. അതങ്ങ് മറച്ചു വെച്ചേക്കുക, അല്ലെങ്കിൽ ഹൃദയത്തിൽ അങ്ങ് കുഴിച്ചു മൂടിയേക്കുക. ആരും അറിയണ്ട, അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നമ്മുടെ മനസ്സിലിരുന്നോട്ടെ. അത് മറ്റൊരാളോട് പറഞ്ഞ് നമ്മുടെ സത്യസന്ധത അവരെ ബോധ്യപ്പെടുത്താനൊന്നും നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. അതിന്റെ ആവശ്യമില്ല. കാരണം അവർക്ക് അതുകൊണ്ട് ഒരു ഗുണവുമില്ല, നമുക്കും ഗുണവുമില്ല. പിന്നെ അത്തരത്തിലുള്ള ഒരു വാക്ക്, അത്തരത്തിലുള്ള ഒരു തമാശ എന്തിനാണ് നമ്മൾ പറയാൻ നിൽക്കുന്നത്? സോ നമ്മൾ ഒരാളെ ബോഡി ഷെയിം ചെയ്യില്ല, നമ്മൾ ഒരാളെ ഹാർഷ് ആയിട്ടുള്ള രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യില്ല എന്ന് തീരുമാനിക്കുക. മറ്റുള്ളവരുടെ കാര്യം നമ്മുടെ കൺട്രോളിലല്ല. അപ്പൊ അവരുടെ വാക്കുകൾ എങ്ങനെ എടുക്കണം എന്ന് നമ്മളൊരു മെത്തേഡ്, നമുക്ക് പറ്റുന്ന ഒരു മെത്തേഡ് നമ്മൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളിൽ ഈ ബോഡി ഷേമിങ് തമാശകളൊക്കെ കേട്ട് മുറിവേറ്റൊരു പാവം ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അത് ഒരുപക്ഷെ ഒരു കുഞ്ഞു നമ്മളായിരിക്കും, ഒരു കൗമാരപ്രായത്തിലൊക്കെ ഉള്ള നമ്മളായിരിക്കാം, അല്ലെങ്കിൽ അതിലും ചെറിയ പ്രായത്തിലുള്ള ഒരു നമ്മളായിരിക്കാം. ഏതായാലും ആ നമ്മളെ ഒന്ന് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. ആ ആ ആ നമ്മളോട് ഒന്ന് സംസാരിച്ച് നോക്കൂ. ഒന്നുമില്ലെങ്കിൽ ഒന്ന് ഒന്ന് ചേർത്തൊന്ന് കെട്ടിപ്പിടിച്ച് നോക്കൂ. അവളോട് പറയൂ, അല്ലെങ്കിൽ അവനോട് പറയൂ, നീ ഇപ്പൊ സേഫ് ആണ്, ഇത്തരം ബോഡി ഷേമിങ് ആളുകളിൽ നിന്ന് ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തോളാം, അവരൊന്നും പറയുന്നതിലൊന്നും കാര്യമൊന്നുമില്ല, നമ്മൾ ഓക്കെ ആണ് എന്ന് ഒന്ന് ഒന്ന് പറഞ്ഞു നോക്കുക ആ ഒരു ഇന്നർ ചൈൽഡിനോട്. നീ ഓക്കെ ആണ്, നീ ഹാപ്പി ആണ്, നീ സേഫ് ആണ്, എൻ്റെ കയ്യിൽ നീ വളരെ സേഫ് ആണ് എന്ന് പറയാം. അത്രയൊക്കെയാണ് നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ഹീലാവാൻ, സ്വയം ഒന്ന് ഒന്ന് റിഫ്രഷ്ഡ് ആവാൻ. ആ ഇന്നർ ചൈൽഡിന് എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതുവരെ തുറന്നു കിട്ടാത്ത കുറേ അവസരങ്ങൾ തനിയെ അൺലോക്കായി വരുന്നത് കാണാം. ആ അവസരങ്ങളിൽ നമ്മളത് ചാടി പിടിക്കുന്നതും ആ അവസരങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നതുമായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട് ഇവോൾവ് ആയി വരുന്നത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ വ്യക്തിത്വത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഭയങ്കര നെഗറ്റീവ് പറയുന്ന ആൾക്കാർ, എല്ലാവരെയും ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ, എല്ലാവരെയും ബോഡി ഷേമിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത്തരം ആളുകളുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കും അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, അത്തരത്തിലുള്ള ബിലീഫ്സ് ആയിരിക്കും, അത്രയും ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീഫ്സ് ആയിരിക്കും, ഒരുപാട് തരത്തിലുള്ള ബ്ലോക്കുകൾ നമ്മൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇത്തരക്കാരെ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ലൈഫിൽ കുറേയധികം പോസിറ്റിവിറ്റി നിറയും. അപ്പോൾ എന്തായാലും അത്തരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകളുമായിട്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആളുകളുമായിട്ട്, ലോകത്തിന് തന്നെ ഗുണമുള്ള കാര്യങ്ങൾ, നമുക്കും മറ്റുള്ളവർക്കും ഗുണമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളുമായിട്ട് ചങ്ങാത്തം കൂടുക. അല്ലാത്തവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അല്ലാതെ അവരെ മാറ്റിമറിക്കാനായിട്ടൊന്നും നമ്മൾ ശ്രമിക്കേണ്ട. സോ സ്വയം ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ കഴിവുകളെയും നമ്മുടെ കുറവുകളെയും ഒക്കെ അംഗീകരിക്കാനും സ്നേഹിക്കാനും പഠിക്കുക. മറ്റുള്ളവർ പറയുന്ന കമൻസ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നതിന് മുമ്പ് അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ അത് പറയാൻ ഈ വ്യക്തിക്ക് എന്ത് അർഹതയുണ്ട് എന്ന് ഒന്ന് ചിന്തിക്കുക. ഈ കമൻറ്റ് കേട്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് ഉള്ളിലേക്ക് എടുത്തതുകൊണ്ട് എനിക്ക് എന്ത് ഗുണമാണുള്ളത് എന്നൊന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം ഒരു ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് എടുത്താൽ മതി. അല്ലാത്തതിനെല്ലാം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക. ഇത്ര മാത്രമാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു, നല്ല പബ്ലിക് സ്പീക്കേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി വീഡിയോസ് റെക്കോർഡ് ചെയ്യണം. ഡെയിലി നമ്മളെ തന്നെ നോക്കി സംസാരിക്കുന്ന ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വലിയ വലിയ സദസ്സുകളിൽ, വലിയ വലിയ വേദികളിൽ ചെന്ന് നിന്ന് ആളുകളുടെ മുന്നിൽ സംസാരിക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഡെവലപ്പായി വരികയുള്ളൂ. സോ അതിനുള്ള ഒരു മെത്തേഡാണിത്. ഇതും ഒരു നല്ല മെത്തേഡാണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. സോ ഡെയിലി ഒരു 3 മിനിറ്റ് വീഡിയോ നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുക. അപ്പം ഞാനിത് പറഞ്ഞാൽ മാത്രം പോരല്ലോ, ഞാനിത് ചെയ്ത് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ ഡെയിലി ഒരു 3 മിനിറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ചലഞ്ച് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾക്കും ഇതുപോലെ സംസാരിച്ചുകൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം.
ആൻഡ് ഒന്ന് ഒന്ന് ചെയ്ത് നോക്കൂ. എങ്ങനെയുണ്ടാവും ആ ഒരു പ്രോസസ്സ്, ആ ഒരു ജേർണി എന്ന് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ഒരു റിസൾട്ട് നമുക്കൊന്ന് നോക്കാം. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കണ്ടുമുട്ടാം, വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഇസ് മീ മഞ്ജുഷ സൈനിങ് ഓഫ്.